കരാർ ലംഘിച്ച് ഇസ്രായേൽ തെക്കൻ ബെയ്റൂത്തിൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വന്നു. ഇതോടനുബന്ധിച്ച് കനത്ത രീതിയിലുള്ള തിരിച്ചടി വല്ലാതെ വൈകാതെ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ തലവൻ പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും അതോടനുബന്ധിച്ച് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കനത്ത വ്യോമാക്രമണം ലെബനാന്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത് എന്നുള്ളതും വ്യാപകമായിരിക്കുന്ന നാശങ്ങളും മരണങ്ങളും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിയുടെ നിലവിലെ രണ്ടാമത്തെ സൈനിക കമാൻഡർ ആയിരിക്കുന്ന ഹൈത്തം അലി തബത്ത് എന്ന ആൾ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. 10 നില കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തേക്ക് മിസൈൽ പായിച്ചുകൊണ്ടോ വ്യോമാക്രമണം നടത്തിക്കൊണ്ടോ ആണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധപ്രഖ്യാപനം പോലെയുള്ള ഒരു സംവിധാനമായിരിക്കും ലെബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവുക എന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം കനത്ത രീതിയിലുള്ള സംരക്ഷണ ഭിത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് പുറത്തു വരുന്നത്. എല്ലാ സൈനിക കമാൻഡർക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവരം നൽകിയിട്ടുണ്ട്. എയർപോർട്ട് സീപോർട്ട് മേഖലയിലൊക്കെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന ഒരു സംവിധാനം ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലും കാണുന്നു. ബെയ്റൂത്തിലെ തെക്കൻ പ്രവിശ്യയിലെ ഹാർട്ട് ഫ്രൈക്ക് മേഖലയിലാണ് വ്യാപകമായിരിക്കുന്ന വ്യോമാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന വ്യോമാക്രമണത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം സാധാരണക്കാർക്ക്, അതായത് ജനവാസ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയത് എന്നതിനാൽ 12 അതിൽ കൂടുതലോ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇതിൽ ഹൈത്തം അലി തബത്ത് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെയുള്ള ഏതെങ്കിലും പ്രാദേശിക വിഭാഗം ഇസ്രായേലിന് ഒറ്റുകൊടുത്തതാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും, അപ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘമായിരിക്കുന്ന മൊസാദിൻ്റെ ഏജന്റുമാരോ ബന്ധപ്പെട്ടവരോ ഈ ലെബനാന്റെ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് പുറത്തു വന്നു. തങ്ങൾ വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏത് വ്യക്തിയാണെങ്കിലും തങ്ങൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും അവരെ തേടി എത്തില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. യമനിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിൽ അവരുടെ പ്രധാനമന്ത്രി അടക്കം അവരുടെ ക്യാബിനറ്റ് മന്ത്രിമാരിൽപ്പെട്ട 4 പേർ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേലിൻ്റെ മൊസാദ് സംഘത്തിൻ്റെ ഏജന്റുമാരെ തന്നെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലാണെങ്കിലും ലെബനാനിലാണെങ്കിലും യമനിലാണെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ ഒറ്റുകാരാലാണ് ഇസ്രായേൽ ജയിച്ചു പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലെല്ലാം 2024 മധ്യ കാലഘട്ടത്തിന് ശേഷം ഗസയിൽ നടന്ന സംഭവം ഒറ്റ തന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള മരണങ്ങൾ ഗസയുടെ ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ഗസയിൽ ഉണ്ടായതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം മൊസാദിൻ്റെ ഏജന്റുമാർ ഇവരിൽ നിന്ന് രഹസ്യം ചോർത്തുകയോ അല്ലെങ്കിൽ ഇവർക്ക് ചോർത്തി കൊടുക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ മരണങ്ങൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് കാണുന്നത്. 2024 സെപ്റ്റംബർ 27 ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന ഹമാസിൻ്റെ എല്ലാ കാലത്തെയും ഉന്നതനായിരിക്കുന്ന നേതാവ് ബെയ്റൂത്തിൽ വെച്ചിട്ട് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതോടനുബന്ധിച്ച് ഏകദേശം 12 മുതൽ 20ഓളം സൈനികരും കൂടെ ഉള്ളവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ തല തന്നെ കൊയ്തെടുത്തിരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആരോപിച്ചത്. ഇനി ഒരിക്കലും ഉയരാത്ത വിധം അതിൻ്റെ അടിവേര് അറുത്തിരിക്കുന്നു. അവർക്ക് ഇനി സംസാരിക്കാൻ ശേഷിയില്ലാത്ത വിധമാണ് തങ്ങൾ ആ ശിക്ഷ അവർക്ക് നേരെ വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശിക്ഷാ നടപടി നടപ്പിലാക്കിയത് എന്നതേ പറഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞതോടുകൂടി തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി. അതോടുകൂടി ഇത് ഇസ്രായേൽ തന്നെ അമ്പരന്നിരിക്കുന്നു. ഏതാനും ആളുകളെ കൊന്നു എന്നല്ലാതെ അവരുടെ സൈനികപരമായിരിക്കുന്ന ശേഷിയോ അല്ലെങ്കിൽ ശക്തിയോ അവരുടെ ധൈര്യത്തിനോ യാതൊരു ക്ഷതവും ഏറ്റിട്ടില്ല എന്നുള്ളതും ഇനിയും പ്രതീക്ഷിക്കാമെന്ന് ഏറെക്കുറെ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പെരുമയെ തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായി എന്നുള്ളതും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് മാത്രമല്ല, അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനോ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായിരിക്കും
സിസ്റ്റമായിരിക്കും താഡ് സിസ്റ്റത്തിനോ ഈ പറയപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും യഥാർത്ഥ ഇസ്രായേലിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ലെബനാൻ്റെ തെക്കൻ ജില്ലകളിൽ ഷിയ ഗ്രൂപ്പ് അതായത് ഹിസ്ബുല്ല ഷിയ ഗ്രൂപ്പ് സജീവമായിരിക്കുന്ന മേഖലകളിൽ ഉടനീളം ഹിസ്ബുല്ല ഗ്രൂപ്പിന് വലിയ ശക്തിയുണ്ട്. ആ മേഖലയിൽ സൈനിക വിഭാഗം ഇപ്പോൾ സജീവമായിരിക്കുന്നു എന്നുള്ളത്. അതായത് ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ സൈനിക വിഭാഗം ലെബനാൻ സർക്കാരിന് വ്യത്യസ്തമായിട്ട് വിമതപക്ഷമായിട്ടാണ് ലെബനാൻ്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുല്ല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിയ മിലീഷ്യകൾ വലിയ രീതിയിൽ സൈനിക വിഭാഗമായിട്ട് ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രാക്ടിക്കൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഏറ്റവും വലിയ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്ന സമയത്ത് ചില യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ പറയുന്ന കാര്യം ഇസ്രായേൽ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ തങ്ങളുടെ രാജ്യത്തിന് ആക്രമിക്കാൻ വേണ്ടി ക്ഷണിക്കുകയായിരുന്നു, ക്ഷണക്കത്ത് നൽകിയ പോലെ ആയിപ്പോയി യഥാർത്ഥത്തിൽ ലെബനാനിലെ ഇപ്പോഴത്തെ ഒരു സമാധാന കരാർ ഉടമ്പടി ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം എന്നും വിലയിരുത്തുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ അല്ല തങ്ങൾ ആക്രമിച്ചത് എന്നും തങ്ങൾ ആക്രമിച്ചത് ഹിസ്ബുല്ല മേധാവികൾ സൈനികപരമായിട്ട് ബലവും ശക്തിയും ഉണ്ടാകുന്ന ഏരിയകളിലാണ് എന്നുള്ളതും ഇസ്രായേൽ പറഞ്ഞു. എന്നാൽ അത് തെളിയിക്കണമെന്ന് ലെബനാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മരിച്ചവർ ആരാണ്, പിന്നെ ഈ മരിച്ചവരെ കൊന്നത് എന്നുള്ളത് നിങ്ങൾ എന്നുള്ളതാണ് ലെബനാൻ സർക്കാർ ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുക. അതോടുകൂടി ഇസ്രായേലിന് പ്രത്യേകമായ രീതിയിൽ മറുപടി പോലും പറയാൻ പറ്റാത്ത സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിതാ ഈ ജനാസകൾ മരിക്കപ്പെട്ട ആളുകളുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നു. പബ്ലിക്കായിട്ട് ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ 12 അതിൽ കൂടുതലോ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരാരും ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ ആളാണ് എന്ന് എവിടെയും വെച്ചിട്ടില്ല. കാര്യം അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ ജനവാസ കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തിയിട്ട് തങ്ങൾ ഹിസ്ബുല്ല ഗ്രൂപ്പിനെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് പറയുന്ന മടയത്തരങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുള്ളതും ഇത് ലോകം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുമാണ് ലെബനാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ ഈ ലെബനാൻ്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഈ മേഖല ഇപ്പോൾ അശാന്തമായിരിക്കുന്നു എന്നുള്ളതും ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ യുദ്ധമോ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് മറ്റൊരു തരത്തിലുള്ള റിപ്പോർട്ട് ഇങ്ങനെ കാണുന്നു. ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ മേധാവികൾ ഹൂത്തികളുടെ മേധാവികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടു കൂട്ടം ഷിയ മിലീഷ്യകളാണ്. ഈ മിലിഷ്യ വിഭാഗം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇറാഖിലുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പ് ഈ ഹിസ്ബുല്ല ഗ്രൂപ്പിൽപ്പെട്ട വിഭാഗമോ അതല്ലെങ്കിൽ ഷിയ ഗ്രൂപ്പിൽപ്പെട്ട വിഭാഗമോ ആയിട്ട് സംസാരിച്ച വിവരം അങ്ങനെ പുറത്തു വരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം ഉണ്ടാവാൻ സാധ്യതയോ അതല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംയോജിച്ചുള്ള ഒരു ആക്രമണത്തിനോ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി ലെബനാൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അവർക്കും സന്ദേഹമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതും ഏതോ സൈനിക മേധാവികളോ മറ്റോ അവർ ലക്ഷ്യം കണ്ട രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫലം കിട്ടിയിട്ടില്ല. ഒരു മേധാവി കൊല്ലപ്പെട്ടതൊഴിച്ചാൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തെ കയറി ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ബെയ്റൂത്തിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആരും ഒരിക്കലും ലംഘിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. അപ്പോൾ അതിർത്തി വരച്ചുകൊണ്ട് അതിർത്തിയോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ സൈന്യം ഇപ്പോഴും ലെബനാൻ്റെ മേഖലകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ സ്വാധീനമുള്ള തെക്കൻ ലെബനാൻ മേഖലയെല്ലാം ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ സൈനികരും സജീവമാണ്. എല്ലാവരും യുദ്ധസമാന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതും ഇതോടനുബന്ധിച്ച് തന്നെ ഈ ആക്രമണം നടത്തിയതിന് ശേഷം വല്ലാതെ സമയം കഴിയുന്നതിന് മുൻപ് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലെബനാൻ്റെ തെക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ 2024 സെപ്റ്റംബറിൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തോടുകൂടി ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വെറും വിഡ്ഢിത്തമായിരുന്നു, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവരന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങൾ അടിവേർ അറുക്കപ്പെട്ടിരിക്കുന്നു ഹിസ്ബുല്ല ഗ്രൂപ്പിന്, ഇനി അവർ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധമാണ് അവർക്ക് നാശങ്ങൾ വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു ശല്യം തങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അതേ വിഭാഗം തന്നെ യഥാർത്ഥത്തിൽ പിന്നീട് വല്ലാതെ
വൈകാതെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ആയുധ ബലം സംഘടിപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ശക്തി സംഭരിക്കുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ആ വിഭാഗത്തെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഇതൊക്കെ ശുദ്ധ നുണയാണെന്നും അവർ ജനവാസ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതിനാൽ വല്ലാതെ വൈകാതെ ഇസ്രായേലിന് നേരെ ലെബനാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.